അപ്പോൾ ഇനിയായാലും പന്നിക്കൃഷിയിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നവരായാലും ഇതിപ്പോൾ പന്നിക്കൃഷി ഉള്ളവരായാലും ഇതുപോലൊരു മണ്ടത്തരം ചെയ്യാണ്ടിരിക്കുക കേട്ടോ. ഹലോ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ പന്നിക്കൂട്ടിലാട്ടോ. അപ്പോൾ ഒരാഴ്ച ശേഷമുള്ള നമ്മുടെ പന്നിക്കൂട്ടിലെ വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ കൂട്ടിലെ പന്നികളെല്ലാം നമ്മൾ കൊടുത്തു കേട്ടോ. ഇപ്പോൾ നമ്മുടെ കൂട്ടിൽ പന്നികളൊന്നുമില്ല, കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രമേ കിടപ്പുള്ളേ. നമ്മുടെ കൂട്ടിലാകെ ഇത്രയും കുഞ്ഞുങ്ങളെ കിടപ്പുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ പന്നികളെയും നമ്മൾ വിറ്റേ. ഇതാട്ടോ നമ്മുടെ കൂടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. എന്ത് പറയാനാ, അതിന് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കൂട് ശൂന്യമായിപ്പോയി. നമ്മളിതിനെ ഒരുപാട് നാൾ വളർത്തിയിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും നമ്മളിതിനെ കൊടുക്കാനുള്ളതാണല്ലോ എന്ന് വിചാരിച്ചാൽ ഞങ്ങളത് കൊടുത്തതേ. പക്ഷേ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂട് മുഴുവൻ ശൂന്യമായിപ്പോയി. നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രമായി. അപ്പം ബാക്കി വലിയ പന്നികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു ഉഷാറില്ല നമുക്ക് കൂടുതലോട്ട് വരാം. നമ്മളൊരു തള്ളേനെയും കണ്ടനെയും നിർത്തേണ്ടതായിരുന്നു. നമുക്ക് ഇനിയിപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വളർന്നു നിന്നാൽ മാത്രമേ നമുക്കൊരു വരുമാനമുള്ളൂ. അത് നമ്മളതുകൊണ്ട് ചെയ്തത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ആ ചെറിയ പന്നികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ അതുങ്ങൾ വളരുന്നോളം വരെ നമുക്ക് ഇതുങ്ങൾക്ക് തീറ്റ കൊടുക്കുക എന്നല്ലാണ്ട് നമുക്ക് എന്തായാലും ഒരു 6-7 മാസത്തേക്ക് നമുക്ക് വേറെ പ്രത്യേകിച്ച് വരുമാനമൊന്നും എനിക്ക് കിട്ടുകയില്ല. അപ്പോൾ ഇനി ഇത് വളർന്നു വരണമല്ലോ. നമുക്ക് അഥവാ നമുക്ക് വേറെ പന്നികൾ 2 നിപ്പുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിനെ ചവിട്ടിച്ചിട്ട് നമുക്കപ്പോൾ അത് നിങ്ങളുടെ കുഞ്ഞായേനെ, നമ്മുടെ ഫാം അങ്ങനെ നിലനിർന്നു പോയേനെ. ഇനിയിപ്പോൾ ഇതുങ്ങൾ വളർന്നിട്ട് ഇതുങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഇറച്ചിക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണല്ലോ എൻ്റെ സെറ്റപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ നിർത്തിയായിരുന്നെങ്കിൽ നമുക്ക് അതായിരുന്നു മെച്ചം. നമ്മൾ അടുത്തതിനെ ചവിട്ടിച്ച് അതുങ്ങളുടെ കുഞ്ഞൊരു വലുപ്പമായി വരുമ്പോഴേക്കും നമുക്കിത് ഇപ്പോൾ കിടക്കുന്ന കുഞ്ഞുങ്ങൾ വളർന്നു വലുതാവും. അപ്പോൾ നമുക്ക് അതിനെ കൊടുക്കാം. അതിപ്പോൾ ഇങ്ങനെ ഒരു റൊട്ടേഷനായിട്ട് അങ്ങനെ നടന്നു പോയേനെ. അപ്പോൾ നമുക്കിതൊരു ഭയങ്കര ഒരു ചതിയായി പോയി ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഫാമിലെ കുഞ്ഞുങ്ങൾ തീരെ കുറവായിപ്പോയി. ഇപ്പോൾ 8 കുഞ്ഞുങ്ങൾ കിടക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പം അല്ലെങ്കിൽ പിന്നെ നമ്മളിന് വേറെ പൈസ കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തതൊരു മണ്ടത്തരമാണെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. നമ്മൾ നിങ്ങൾക്ക് ചോറൊക്കെയാണോ കൊടുക്കാറ്, നമ്മളല്ലാണ്ട് പുറത്തുനിന്നുള്ള വേസ്റ്റോ അങ്ങനെയൊന്നും എടുത്തിട്ട് കൊടുക്കാറില്ലേ. നമ്മളെടുക്കുന്ന തെറ്റായ ഒരു തീരുമാനം നമ്മളെ എങ്ങനെ പിന്നീട് ബാധിക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണം കേട്ടോ ഇത്. ഞാനെടുത്തൊരു തെറ്റായ തീരുമാനം അതായിരുന്നു പന്നികളെ കൊടുത്തേക്കാം എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞതിന് മുന്നത്തെ ആഴ്ച 2 പന്നീനെ കൊടുത്തായിരുന്നു. കാരണം നമുക്ക് വലിയ പന്നി 6 നിൽപ്പുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്കൊരു വലിയൊരു ഓർഡർ വന്നു. നമുക്കൊരു 500 കിലോ പന്നിയിറച്ചിക്ക് ഓർഡർ വന്നു. അങ്ങനെ നമുക്ക് നോക്കിയപ്പോൾ ബൾക്കായിട്ട് ഒരുമിച്ച് ഓർഡർ വന്നു. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ചൊരു തുക കൈ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നമ്മളെന്നാൽ കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അതിനെ കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ തീരുമാനം തെറ്റായിരുന്നത്. കാരണം അത് കൊടുത്തു കഴിഞ്ഞപ്പം പിന്നെ കൂട്ടി പന്നികളൊന്നുമില്ല. നമ്മുടെ കൂട് ശൂന്യമായിപ്പോയി. ഇനിയുള്ളത് നമുക്ക് കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുത്ത് അതുങ്ങളിനി വളർന്ന് വലുതായി വരുന്നോളം വരെ നമുക്ക് വേറെ ഒരു വരുമാനവും ഇല്ല. നമുക്ക് ഉണ്ടായിരുന്ന പന്നീനെ നമ്മൾ ഒരുമിച്ചാണെങ്കിൽ വിൽക്കുകയും ചെയ്തു. അപ്പം അതൊരു തെറ്റായ തീരുമാനമായിപ്പോയി. നമുക്കിനി ആ കുഞ്ഞുങ്ങൾ വളർന്നു വരണം. നമ്മളെല്ലാം ഒരു കണ്ടനെയും കാളിനെയും നിർത്തിയിട്ടുണ്ടായിരുന്നു കൊടുക്കാനായിട്ട്. എന്നാലായിരുന്നു നമുക്കത് മെച്ചമുണ്ടായിരുന്നത്. നമുക്ക് ഇനിയായാലും കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കണേലായാലും നമുക്കിനി വേറെ വഴിയില്ല. നമുക്കപ്പോൾ വേറെ കണ്ടനോ കാളിയോ ഒന്നും നിൽപ്പുമില്ല താനും. അതുകൊണ്ട് തന്നെ നമ്മളതൊരു തെറ്റായ തീരുമാനമായിപ്പോയി. നമ്മുടെ കൂട് മുഴുവൻ ശൂന്യമായിപ്പോയി. ഇനിയിപ്പം നമുക്ക് പന്നികളേ ഇല്ല. ശരി പറഞ്ഞാൽ കുഞ്ഞുങ്ങളേ ഉള്ളൂ. ആ കുഞ്ഞുങ്ങൾ ഇനി വളർന്നാൽ എന്തായാലും ഒരു 6-7 മാസം എടുക്കും. അപ്പോൾ നമ്മൾ ഈ 6-7 മാസം നിങ്ങൾക്ക് തീറ്റ കൊടുക്കാമെന്നല്ലാണ്ട് നമുക്ക് വേറൊരു വരുമാനവും ഇല്ല. നമുക്കിപ്പം വേറെ ഉണ്ടായിരുന്നെങ്കിൽ വലുതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിനെ പെറിയിപ്പിച്ചിട്ട് നമുക്കപ്പോൾ അതുങ്ങളെ കൊടുത്താൽ നമുക്കത് വേറൊരു എക്സ്ട്രാ വരുമാനമായിരുന്നു. പക്ഷേ അതൊരു തെറ്റായ തീരുമാനമായിപ്പോയി അതുങ്ങളെ കൊടുത്തതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഇതൊക്കെ കേട്ടോ നമ്മുടെ കൂടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. എന്ത് പറയാൻ, എത്ര പന്നികൾ കിടന്നതാണ്. ഇതിപ്പം നമ്മൾ അതുങ്ങളെ കൊടുത്തുകൊണ്ട് തന്നെ ഭയങ്കര ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു മടുപ്പാണേ. നമ്മൾ നേരത്തെ ഈ പന്നികളെല്ലാം ഉണ്ടായിരുന്നപ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമായിരുന്നു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തു പോയി. നമ്മളങ്ങോട്ട് പന്നിനെല്ലാം കൊടുത്ത് നമ്മൾ കൂടെല്ലാം കഴുകി എല്ലാം സെറ്റ് ചെയ്ത് കുമ്മായം എല്ലാം വിതറിയിട്ടേക്കും കേട്ടോ. ഇൻ കേസ് എന്തെങ്കിലും അണുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോട്ടേന്ന് വിചാരിച്ച്. ഇനിയിപ്പം കുഞ്ഞുങ്ങളെ നമ്മൾ കള്ളി മാറ്റിയിടാമെന്ന് വിചാരിച്ചാണേ. കുഞ്ഞുങ്ങളെ ഇനിയിപ്പം മാറ്റേണ്ട സമയമായി. ഇപ്പോൾ കണ്ടനെയും കാളിനെയും എല്ലാം മാറ്റി ഓരോരോ കളികളിലോട്ടാക്കാമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ ഇനിയായാലും പന്നി വളർത്തുന്നവർ ഇങ്ങനെ നോക്കുക കേട്ടോ. ഞാൻ ചെയ്ത പോലെ മണ്ടത്തരമൊന്നും ആരും ചെയ്തേക്കല്ലേ. നമ്മൾ പന്നി വളർത്തലിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത തലമുറയെ നമ്മൾ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ചെയ്യുക. അത് നിർത്തിയതിന് ശേഷം അടുത്തതിനെ കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഇത് നമുക്കൊരു വരുമാനം ഇല്ലാണ്ടായി. ഇപ്പം നമ്മളിതിനെ ഇപ്പോൾ ഉള്ളതിനെ വളർത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തതുങ്ങൾ വളർന്ന് വരുന്നോളം വരെ നമുക്ക് വേറൊരു വരുമാനം ഇല്ലാണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടമാവും ഇതുങ്ങളെ നോട്ടു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വളർത്താൻ നോക്കുന്നവരായാലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇനി ഞാൻ ചെയ്തത് പൊട്ടത്തരമായി. നിങ്ങളായാലും ഇനി അതങ്ങനെ ചെയ്യാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മൾ ഇപ്പോൾ കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.